കെ എസ് യുടെ മുൻ സെക്രട്ടറി എൻ അജിത് കുമാർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ എൻ അജിത് കുമാർ, ഇത്രയധികം പരാതികൾ ഒരു പരിശീലകനെതിരെ ഉയരുകയാണ്. KCA എന്തുകൊണ്ടാണ് ഇതിൽ ഒരു അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ KCAക്ക് കഴിയുമോ? ഈ വിവരങ്ങൾക്ക് ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് 2018 ഇയാളുടെ അഗൻസ്റ്റ് ഒരു പരാതി വന്നപ്പോൾ അന്ന് ഏപെക്സ് കൗൺസിൽ, KCAയുടെ ഏപെക്സ് കൗൺസിൽ മീറ്റിംഗിൽ അന്നത്തെ ശർമ്മ എന്നുള്ള മെമ്പർ ഇത് റേസ് ചെയ്തു. അദ്ദേഹം ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ സെക്രട്ടറിയിലായിരുന്ന ശ്രീജിത്ത് ഏതൊക്കെയോ കൊട്ടേഷൻ ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനത്തെ ഒരു ആവശ്യമേ ഇല്ല, വിമൻസ് ക്രിക്കറ്റിന് ഇങ്ങനെ ഒരു ഗ്രീവൻസ് സെല്ലിന്റെ ആവശ്യമേ ഇല്ല. അന്ന് ഇന്ത്യ മുഴുവൻ, നമുക്കറിയാം ഇപ്പോഴത്തെ സർക്കാർ വന്നതിന് ശേഷം ഇന്ത്യ മുതൽ ഓരോ സ്കൂൾസിന് പോലും ഗ്രീവൻസ് സെല്ല് ഉണ്ടോ എന്നുള്ളത് അത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ പരിശീലകനെതിരെ, മനു എന്ന് പറഞ്ഞ പരിശീലകനെതിരെ പരാതികൾ ഉയർന്ന സമയത്താണോ ഗ്രീവൻസ് സെല്ല് വേണ്ട എന്ന് പറഞ്ഞത്? അതെ, 2018 ഏപെക്സ് കൗൺസിൽ മീറ്റിംഗിന്റെ മിനിറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ മിനിറ്റ്സിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അന്നത്തെ ഒരു ശർമ്മ എന്നുള്ളൊരു മെമ്പർ ഈ ഡയറക്ടർ റേസ് ചെയ്തു, ഇങ്ങനെ വിമൻസ് ക്രിക്കറ്റില് വിമൻസ് കോച്ചസ് ഉണ്ടായാൽ ഒരു ഗ്രീവൻസിൽ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ എന്തോ വിശ്വേശ്വരയ്യ കമ്മീഷനോ എന്തോ സുപ്രീം കോടതിയുടെ ഓർഡറോ എന്തോ ഓരോന്നൊക്കെ കാണിച്ചിട്ട് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ശ്രീജിത്ത് ഇതിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഉടനെ ശർമ്മ പറഞ്ഞു, എങ്ങാനും വീണ്ടും ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നാലോ, വരുമ്പോൾ നമുക്ക് നോക്കാം എന്നൊരു തീരുമാനം റിട്ടേൺ ആയിട്ടുണ്ട്. അത് വേണമെങ്കിൽ മാതൃഭൂമിക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരാം. അതാണ് ദിവസം. മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. ഈ എന്താ പറയുക, ഈ കോച്ച് എന്ന വ്യക്തി, അതായത് ഈ മനു എന്നുള്ള ആള് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ആയ വിനോദിന്റെ മെമ്പറാണ്, അദ്ദേഹത്തിന്റെ ക്ലബിലെ മെമ്പറാണ്. വിനോദ് നന്നായിട്ടൊരു ക്ലബ്ബ് നടത്തുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. മാസ്റ്റേഴ്സ് എന്നാണ് ക്ലബിന്റെ പേര്. ആ മാസ്റ്റേഴ്സ് ക്ലബിലെ ഒരു പ്രധാനപ്പെട്ട അംഗമാണ് ഈ മനു. അതുകൊണ്ടാണ് വിനോദ് ഒരു ആക്ഷൻ എടുക്കാത്തത് മനുവിന്റെ അഗൻസ്റ്റ്. ഇത്രയധികം പരാതികൾ, അതായത് ഇത്രയധികം പരാതികൾ, ആ സംഘടനയെ തന്നെ ഇത്രയും നാണക്കേടാക്കുന്ന സ്ഥിതിയിലുള്ള പരാതികൾ വന്നിട്ട് പോലും അറിഞ്ഞില്ല, ഈ ഒരു കേസ് എടുക്കുന്നവരെ അറിഞ്ഞില്ല എന്നുള്ളൊരു വിശദീകരണം, ആ ഒരു വൺ ലൈൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതുവരെ KCAയുടെ ഭാഗത്തു നിന്നുള്ളത്. ഇത്രയധികം പ്രൊട്ടക്ട് ചെയ്യാൻ ആരാണ് മനു? അതന്നെ, അതാണ് KCA സെക്രട്ടറിയുടെ ക്ലബിലെ ആളാണ്. അതാണ് അയാൾക്ക് ആ ഇൻഫ്ലുവൻസ്. സ്വന്തം ക്ലബിലെ ആളായിട്ട് തിരഞ്ഞെടുക്കാൻ ചെയ്യാൻ എനിക്ക് ക്ലബിന് വേണ്ടി ആക്ച്വലി ഈ ക്ലബ് ക്രിക്കറ്റ് വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തൊരു വ്യക്തിയാണ് വിനോദ്. അങ്ങനെയാണ് അദ്ദേഹം ഒരു പേരെടുത്തത് തിരുവനന്തപുരത്ത്. പിന്നെ തിരുവനന്തപുരത്തെ സെക്രട്ടറിയായി, പിന്നീട് ഇപ്പൊ KCA സെക്രട്ടറിയായി. അപ്പൊ അതിനൊക്കെ മേ ബി മനു ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അദ്ദേഹത്തിന് പോകാൻ സാധ്യമല്ല, അദ്ദേഹം പോവില്ല. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം ക്ലബിലെ മെമ്പറാണ് മനു. സാഹചര്യമാണ്. മാത്രമല്ല KCAയുടെ മിനിറ്റ്സില്, ഏപെക്സ് കൗൺസിലിന്റെ മിനിറ്റ്സില് ഈ പോയിന്റ് റേസ് ചെയ്തിട്ട് ഇങ്ങനൊരു ഗ്രീവൻസിന് വേണ്ട എന്ന് തീരുമാനിച്ച ഓർഗനൈസേഷനാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. ആ കേരള ക്രിക്കറ്റ് ഒഫീഷ്യൽസിന് ഇപ്പൊ അവിടെ ഇരിക്കാനുള്ള ധാർമ്മിക അവകാശമില്ല. വിനോദം ഒരിക്കലും ആ പോസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാൻ അർഹനല്ല, യാതൊരു സംശയമില്ല. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം, ഇപ്പൊ ഈ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്, തൊഴിൽ ഇടങ്ങളിൽ ഒരു സ്ത്രീ ആണെങ്കിൽ പോലും കൃത്യമായും അവർക്ക് പരാതി പറയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന്. അത് ആ തൊഴിൽ മേഖലയിൽ ഒരു സ്ത്രീ ആണെങ്കിൽ പോലും ആ സ്ത്രീക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, പരാതികൾ അറിയിക്കാൻ കൃത്യമായ ആഭ്യന്തര പരാതി പരിഹാര സെൽ ഏത് തൊഴിൽ മേഖലയിലും ഉണ്ടാകണം. പിന്നെ എങ്ങനെയാണ് KCAക്ക് ഇത് ബാധകമല്ലാതെ ആവുക? അതന്നെ, അതാണ് KCA അവരുടെ ധാർഷ്ട്യം, പണത്തിന്റെ ധാർഷ്ട്യം. അത് മാത്രമല്ല ആ സമയത്താണല്ലോ ജയേഷ് ജോയിന്റ് സെക്രട്ടറി മറ്റോ ആയിരുന്നല്ലോ BCCAയുടെ. അപ്പൊ ഞങ്ങൾക്ക് എന്ത് കാര്യം നടത്തിയാലും പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് എങ്ങനെ ഇരുന്ന് കൂലി വരാനുള്ള അങ്ങനെ 2 വർഷം മുമ്പ് ഈ കേസ് വന്നപ്പം അവർ ഊരി പുറത്തേക്ക് വന്നത്. 2 വർഷം മുമ്പ് ഈ കേസ് വന്നപ്പോ, ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടായപ്പോ എങ്ങനെ KCAക്ക് ഇന്ന് ഊരാൻ പറ്റി? അതാണ് KCAയുടെ ധാർഷ്ട്യം. ഇപ്പോഴത്തെ ഒഫീഷ്യൽസിന്റെ ധാർഷ്ട്യമാണ് അത് കാണിക്കുന്നത്. എന്ത് തോന്നിവാസവും കാണിച്ചാലും അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു എന്താ പറയുക അധികാരവും ഒക്കെ ഉണ്ടെന്നാണ് വിചാരം. അതിനാണ് എനിക്ക് വളരെയധികം നന്ദി ശ്രീ എൻ അജിത് കുമാർ.